എവരിവൺ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അക്ഷയ് സാർ ആണ്. സോ NMS എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ എല്ലാവരും നടത്തിയിരിക്കുന്നു, മികച്ച രീതിയിൽ പഠിക്കുന്നു. NMS എക്സാമിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം സെല്ല്, അതുപോലെ തന്നെ ടിഷ്യൂസ് എന്ന് പറയുന്ന ഭാഗം, കോശം, അതുപോലെ തന്നെ കലകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ കലകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, സസ്യകലവുമായി ബന്ധപ്പെട്ട പ്ലാന്റ് ടിഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കാണിക്കുന്നു. കോളൻകൈമ എന്ന ലളിതകല സിമ്പിൾ ടിഷ്യൂമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ശരിയായ പ്രസ്താവന എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കോളൻകൈമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കോളൻകൈമയുടെ ഘടന മനസ്സിലേക്ക് കൊണ്ടുവരണം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഘടന വരുമ്പോൾ നമുക്കറിയാം കോളൻകൈമയുടെ പ്രത്യേകത എന്താ. കോശഭിത്തി, അതിന്റെ സെൽവാള് നോക്കുമ്പോൾ മൂലകളിൽ കട്ടി കൂടുതലായി കാണുന്നു. മൂലകളിൽ, കോശങ്ങളുടെ ആ ഒരു ഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടുതൽ, കോർണേഴ്സിൽ തിക്കനിങ് കാണുന്നു. അതാണ് കോളൻകൈമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യത്തിൽ കോളൻകൈമയുടെ പ്രത്യേകത രണ്ടാമത്തെ ഓപ്ഷനിൽ കാണിച്ചിരിക്കുന്നു. കോർണേഴ്സിൽ എന്തുണ്ട്? തിക്കനിങ് ഉണ്ട് എന്നുള്ളത്. കോർണേഴ്സിൽ, മൂലകളിൽ നമുക്ക് കട്ടി കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ നിങ്ങൾ പാരൻകൈമയുടെ കേസ് നോക്കുകയാണെങ്കിൽ, പാരൻകൈമയുടെ കേസ് നോക്കുമ്പോൾ അവിടെ കോശഭിത്തിക്ക് കട്ടിയില്ല, നേർത്ത കോശഭിത്തി, തിന്ന് സെൽവാളാണ് കാണുന്നത്. എന്നാൽ സ്ക്ലീറൻകൈമയിലേക്ക് വരുമ്പോൾ കോശഭിത്തി എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടുതലാണ്, യൂണിഫോം തിക്കനിങ് കാണുന്നു. ഈ പ്രത്യേകതകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തു വെക്കണം. സ്ക്ലീറൻകൈമയുടേതും പാരൻകൈമയുടേതും കോളൻകൈമയുടേതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിരിക്കുന്നു. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് സ്ക്ലീറൻകൈമയുടേതാണ്. ഓപ്ഷൻ 3, 4 എന്ന് പറയുന്നത് പാരൻകൈമയുടേതാണ്. അപ്പൊ ഇവിടെ 2 ആണ് കറക്റ്റ് ആൻസർ. മറ്റൊരു ചോദ്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.